നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോകുന്നുണ്ട്, ഉമ്മ പോകുന്നുണ്ട്, ഭാര്യ മക്കളെ പോകുന്നുണ്ട്, കൂടെ പറപ്പും കുടുംബക്കാരും കൂട്ടുകാരും പോകുന്നുണ്ട്. ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹു പറയുന്നു, ഇസ്രാഫീൽ എഴുന്നേക്ക്, ഇസ്രാഫീൽ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? നീ എന്തിനാണ് ഇവിടെ കിടന്ന് കരയുന്നത്? ആ സമയത്ത് പറയുന്നു, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ, ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല. ആരാ കരയുന്നത്? ആരാ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, വല്ലാതെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് ഞാനും നിങ്ങളും പോറ്റി വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ നാളെ പടച്ചറപ്പിനോട് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറയുന്നു, അല്ലാ ഇവിടെ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നുറപ്പ്, ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു പടച്ചവര്, എനിക്ക് ചൂട് സഹിക്കാ കഴിയുന്നില്ല തമ്പുരാന്, അതുകൊണ്ട് എന്റെ ഉമ്മാന് ഒന്ന് മലത്തി കടത്തി താ അല്ലാ. ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിനെ മലക്കുകൾ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു, പടച്ചറപ്പേ എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് താ അല്ലാ. വാപ്പാനെ നരകത്തിലെറിഞ്ഞോ, ഉമ്മാനെ നരകത്തിലെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യ, ഇസ്രാഫീൽ എന്ന മലക്ക് കിടന്ന് കരയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്ന് കരയുകയാ. ആർക്ക് വേണ്ടി എന്നറിയോ? നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ല, നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ല, സദക്ക കൊടുത്തവർക്ക് വേണ്ടിയല്ലോ, വഅദ് പറഞ്ഞവർക്ക് വേണ്ടിയല്ലോ, ഖുർആൻ ഓതിയവർക്ക് വേണ്ടിയല്ല, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു പാവങ്ങൾ മുഴുവനും പുറത്തു തരുന്നത് വരെ ആ മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത് വരുന്ന മലക്ക് ഏതെന്നറിയുമോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിലോ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുന്നിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യ, സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ പേര് പറയുമ്പോ അറിയാതെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് സ്വലാത്ത് പറയുന്ന യുവത്തവേ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്നു ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ നീ എത്തുമ്പോ അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ സലാത്ത് പറയുന്ന പെങ്ങള്
സ്വലാത്ത് പറയുന്ന യുവത്തവേ, നാളെ സിറാത്ത് എന്ന പാലത്തിൽ കാലെടുത്ത് വെക്കുമ്പോ നിന്റെ കയ്യിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പിടിക്കുകയാ. അനാഖിദം ബിയദിഹി വയമുറു അല സിറാത്ത് കൽബറക്കിൽ ഖാതിഫ്. അവിടുന്ന് പ്രവാചകരോട് പറയുകയാ, സലാത്ത് പറഞ്ഞ മനുഷ്യ, നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ജിബ്രീൽ എന്ന മലക്ക് നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മാറ്റമുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തി നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ മരണവേദന അറിയാതെ പോകാൻ നല്ല കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് പിടിക്കും. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ അള്ളാഹു നിനക്ക് അവസരം തരും. 3, നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി മലക്ക് തന്നെ അള്ളാഹുടെ മുന്നിൽ കിടക്കും. ഇസ്രാഫീൽ എന്ന മലക്ക് അള്ളാഹിന്റെ മുന്നിൽ സത്യാഗ്രഹം കിടന്നിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരും. 4, സിറാത്ത് പാലത്തിലെത്തുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ ജിബ്രീൽ എന്ന മലക്കുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സലാത്തിന് പറഞ്ഞൂടെ? സലാത്ത് പറഞ്ഞൂടെ? അതോ മറ്റേ ആള് തെങ്ങിന്റെ മുകളിൽ തന്നെയാണോ താഴെ ഇറങ്ങിയ? സലാത്ത് പറഞ്ഞൂടെ? അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് വല്ലാത്ത നീളവാ, ഒരുപാട് വർഷത്തെ വഴിദൂരം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ 50,000 കൊല്ലം കയറ്റമിറക്കമൊക്കെ, ഇതൊക്കെ നമ്മൾ വിചാരിക്കണത് സിമ്പിളായിട്ട് അങ്ങ് നടന്നു പോകാമെന്ന. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവിടത്തെ പോലെയൊന്നുമല്ല അവിടെ സമയം, ഇവിടത്തെ പോലെയൊന്നുമല്ല അവിടുത്തെ സമയം. അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിൽ എത്തണമെങ്കിൽ തന്നെ എത്ര പതിറ്റാണ്ടുകൾ വേണ്ടി വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഇപ്പൊ ഇത്രയും ദൂരമുള്ള ഈ പാലം ഇപ്പൊ എങ്ങനെ നടന്നു പോകാം? ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം ഇത്രയും ദൂരമുണ്ടല്ലോ, കോടാനി വർഷം സഞ്ചരിച്ചാലും തീരാത്ത ഈ പാലത്തിന്റെ മുകളിലൂടെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നുപോയാൽ, ഈ ഭൂമിയിലെ 6 സ്ഥലങ്ങളിലേക്ക് അള്ളാഹു തന്ന കാലുകൊണ്ട് നടന്നുപോയാൽ, ആ കാല് നാളെ സിറാത്ത് എന്ന പാലത്തിൽ എടുത്തു വെക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഒറ്റ കാല് വെക്കുമ്പോൾ തന്നെ എത്രയോ കിലോമീറ്ററുകൾ മറിയും. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 6 സ്ഥലങ്ങൾ പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ ദുനിയാവിലെ 6 സ്ഥലങ്ങളിലേക്ക് നടന്നുപോയാൽ ആ കാല് നാളെ തെറ്റൂല. എടുത്തു വെച്ചാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാലിൽ തന്നെ മറിയും. അങ്ങനെ പെട്ടെന്ന് നടന്ന് സിറാത്ത് താണ്ടി സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ, സ്വല്ലല്ലാഹു അലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. അപ്പൊ 6 സ്ഥലങ്ങളിലേക്ക് നടന്നാൽ സിറാത്ത് താണ്ടി സ്വർഗത്തിലെത്താം. ഇപ്പൊ സമയം 10:45. ഞാൻ പറഞ്ഞിരിക്കുന്ന സമയം 11:30. ഇനി ഒരു 45 മിനിറ്റ് ഉണ്ട്. ഇതിനിടയിൽ 6ഉം പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഒന്നെങ്കിൽ 1, 2എങ്കിൽ 2, പറ്റുന്നത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എവിടേക്ക് നടന്നാലാണ് ആ കാൽച്ചുവടിന് മഹത്വമുണ്ടാകുന്നത്? നാളെ സിറാത്ത് എന്ന പാലത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലേതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന 1ാമത്തെ സ്ഥലമേതെന്നറിയുമോ? എവിടേക്ക്
എവിടേക്ക് നടക്കുന്ന കാലം എന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുന്നു, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. ഓരോ ദിവസം 5 നേരം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടക്കുന്ന മനുഷ്യ, കാൽ ചുവട് വെറുതെയല്ല. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് 5 നേരം നമസ്കരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന മനുഷ്യ, നടക്കുന്നത് വെറുതെയല്ല, നടക്കുന്നത് വെറുതെയല്ല. സിറാത്തിലാ കാല് ഉറച്ചു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്ന്, അല്ലാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചുവട്ടടി, അത് നാളെ നിനക്ക് സിറാത്തിൽ ഉപകാരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാ. ബൈക്ക് പള്ളിയുടെ ഹൗലും കരയിൽ കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെ വരെ നമ്മൾ കയറ്റും. നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാ. നിസ്കരിക്കാത്തവരാണെന്നൊന്നും ഞാൻ പറയണില്ല, ഞാനും നിസ്കരിക്കും, നിങ്ങൾ നിസ്കരിക്കും. എന്നാ വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നുപോയി നിസ്കരിക്കാൻ എത്ര പേരുണ്ട്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര പേരുണ്ട് പള്ളി നടന്നു പോയി നിസ്കരിക്കണം? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കാക്ക ഉണ്ട് കേട്ടാ, നിങ്ങൾ രക്ഷപ്പെട്ടേട്ടാ. പള്ളിയിലേക്ക് നടന്നു പോകാം. നമ്മളോ പള്ളിക്കകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ വണ്ടി അതിനകത്ത് കയറ്റും. എവിടെ? ഹൗലും കരയിലോട്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് ഇതാ അവസ്ഥ. എത്ര പേരുണ്ട് നടക്കുക? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊന്നും വെറുതെ പറഞ്ഞല്ലോ, ഇതൊന്നും വെറുതെ പറഞ്ഞല്ല. പള്ളിയിലേക്ക് നടക്കണം സഹോദര. വാപ്പമാരോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ പള്ളിയുടെ പുറത്തെങ്കിലും ഒരു അല്പെങ്കിലും മാറ്റി ബൈക്ക് വെച്ചിട്ട് നടക്ക്. ആ കാൽ ചുവടിന് പ്രതിഫലമുണ്ട്, ആ കാൽ ചുവടിന് പ്രതിഫലമുണ്ട്. നാളെ സിറാത്ത് എന്ന പാലത്തിൽ നീ ഇങ്ങനെ എടുത്തങ്ങിട്ട് വെക്കുമ്പോ കിലോമീറ്ററുകൾ മറിയും. നിനക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ അത് ഉപകാരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ നടന്നുപോ. ശാസ്ത്രം പറയുന്നു, ഇന്ന് ഏകദേശമുള്ള എല്ലാ രോഗങ്ങളും, പ്രഷറും ഷുഗറൊക്കെ ഉള്ള ഒരുപാട് മഹാന്മാരുണ്ടല്ലോ സഹോദരങ്ങളെ. നിങ്ങളുടെ രോഗം മാറാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ കാണാം. ഒരു ഒറ്റമൂലി പറയുന്നുണ്ട്, ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിലൂടെ 10 മിനിറ്റ് നടന്നാൽ മതി, രോഗം മാറും. ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിലൂടെ 10 മിനിറ്റ് നടന്നാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കാലിൻ്റെ അടിയിൽ കല്ലുകളൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കും, പല രോഗങ്ങളും മാറുമെന്ന് ഇപ്പം ശാസ്ത്രം കണ്ടുപിടിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു, പള്ളിയിലേക്ക് നടന്നുപോ, നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നടന്നുപോ. അള്ളാഹു നിനക്ക് ആഫിയത്തും ആരോഗ്യം നൽകിയല്ലോ, നടക്ക്. എക്സസൈസ് ആണല്ലോ, അതുകൊണ്ട് നിനക്ക് ഒരുപാട് പ്രയോജനമുണ്ടല്ലോ. ഉസ്താദ് ഇത് പറയുമ്പോ അള്ളാന്റെ പള്ളിയുടെ ചാരത്ത് പള്ളിക്കകത്ത് ഇഖാമത്ത് കൊടുക്കുന്നത് കേൾക്കാം, ഉസ്താദ് സൂറത്ത് ഓതുന്നത് കേൾക്കാം, ഫാത്തിഹ ഓതുന്നത് കേൾക്കാം, ദുആ ചെയ്യുന്നത് കേൾക്കാം. എന്നാലും പോകില്ല. പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് വയ്യ, ആർക്കും വയ്യ, നടക്കാനൊന്നും വയ്യ. നടക്കാനും പള്ളിയിലേക്കൊന്നും പോയി നിസ്കരിക്കാനൊന്നും പോകാൻ ആർക്കും വയ്യ. ഡോക്ടർ പറഞ്ഞു, അല്ലാഹുവേ പടച്ചോനെ, ബ്ലോക്ക് വന്ന് പൊക്കിയെടുത്ത് കരുനാഗപ്പള്ളി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, 2-3 ബ്ലോക്ക് ഉണ്ട്, ചത്തുപോകും. രാവിലെ എഴുന്നേറ്റ് നടക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നടന്നില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞാൽ, അല്ലാഹുവേ, 4 മണിക്ക് ഭാര്യ അലാറം വെച്ചിട്ട് ഭാര്യ എഴുന്നേക്കും. എന്നിട്ട് ഭർത്താവിനെ വിളിക്കും, വാ കാക്ക എഴുന്നേക്ക്, നമുക്ക് നടക്കാൻ പോകാം. എന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പറയാ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാൻ കൂട്ടിന്. ഭർത്താവ് രാവിലെ നടക്കാം, ഭാര്യ കൂട്ട്, കയ്യിലൊരു കമ്പ്, പട്ടി വന്നാ തല്ലാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ എത്തി? അല്ല പറഞ്ഞാൽ കേൾക്കൂല. ഏതെങ്കിലും ഒരുത്തൻ ചാകൂന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും, ഇല്ലേ സഹോദര? എടാ, നിനക്ക് സമയമായാലേ മരിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കൊളസ്ട്രോളും പ്രഷറൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ, ഞാൻ എടുത്തുപോയി, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, 150 എങ്ങാണ്ടല്ലേ ഇപ്പൊ കൊളസ്ട്രോൾ കൂടുതൽ. എന്താ മീൻ? എത്ര 150? എത്ര കൂടുതൽ കൊളസ്ട്രോൾ കൂടുതൽ? എത്രപ്പാ? ലേലം വിളിയ അല്ലാഹ്. കൊളസ്ട്രോൾ കൂടുതൽ എത്ര? 150 ഇല്ലേ? 200. ഇത് 200 കൂടുതലാണെന്ന് ആര് പറഞ്ഞ്? അല്ലാഹ് പറഞ്ഞ.
റസൂലുള്ളാഹി പറഞ്ഞ ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഇല്ല, ഡോക്ടർമാര് പറഞ്ഞു. നമുക്ക് അവന്മാരെ വിശ്വാസം. എന്റെ പൊന്നു സഹോദരങ്ങളെ, സിറാജിന് അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഒരു സമയം എഴുതിയിട്ടുണ്ട്. ആ സമയത്തെ ഞാൻ മരിക്കത്തുള്ളൂ. എനിക്ക് വരാനുള്ളതൊക്കെ വരും. എന്റെ പേര് എഴുതിയതൊക്കെ ഞാൻ കഴിക്കും. നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? ഇപ്പൊ നല്ലൊരു ചങ്ങാതിയെ വെട്ടി നല്ല ചോറും കറിയും തിന്നിട്ടാ വന്നേ. ഇതുപോലെ അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം റബ്ബ് തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ. അല്ല പറയുന്നത് അനുസരിക്കാൻ വയ്യ. മുത്തുനബി പറഞ്ഞു, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്ക്, പോയി നിസ്കരിക്ക്, പോയി നടന്നു പോയി നിസ്കരിക്ക്. വയ്യ, ഡോക്ടർ പറയും ചാവൂന്ന് പറഞ്ഞാ പെണ്ണും പിള്ളയും കെട്ടിയവരും കൂടെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നടത്തും. ആരാ പറഞ്ഞ 5 മണിക്ക് നടക്കണോന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ നമ്മൾ ചിന്തിച്ചു നോക്കണം. എവിടെ നോക്കിയാലും രാവിലെയാണ് എക്സസൈസ്. സത്യത്തിൽ രാവിലെയാണോ എക്സസൈസ് ചെയ്യേണ്ടത്, വൈകിട്ടാണോ? എപ്പോഴാ ചങ്ങാതി? രാവിലെയാണോ നടക്കേണ്ടത്, രാത്രി വൈകിട്ടാണോ നടക്കേണ്ടത്? മക്കൾക്ക് ബോധമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സഹോദര, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശരീരം ടയർഡായിട്ട് അവസാനം പോയി കിടക്കും. എന്തിന്? ശരീരം എല്ലാം ക്ഷീണിച്ച് തളർന്നിട്ടാ പോയി കിടക്കണേ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏത് കോളേജിൽ എടുത്തു നോക്കി അസർ നമസ്കാരത്തിന് ശേഷം പഠിക്കാൻ പാടില്ല, കളിച്ചോണം നിർബന്ധമായിട്ട്. തടവുസ്താദിന്റെ വയറ്റിൽ പറയുന്നുണ്ട് അസറിന് ശേഷം നടക്കണമെന്നാ പറഞ്ഞേ. അത് സുന്നാന്നാ പറഞ്ഞ, നടക്കല് സുന്നത്താന്നാ പറഞ്ഞത് തടവുസ്താദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കോളേജിൽ എടുത്തു നോക്കിയേ, അസർ നമസ്കാരം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുട്ടികൾ കളിച്ചിരിക്കണം, എക്സസൈസ്, അല്ലെങ്കിൽ നടക്കണം. ആ സമയത്ത് സുന്നത്ത് നിസ്കരിക്കൽ പോലും കറാഹത്ത. അസർ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കൽ പോലും കറാഹത്ത്. അന്നത്തെ ഫറദ്, അന്നത്തെ അസർ നിസ്കാരമല്ലാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അസറിന് ശേഷം വൈകുന്നേര സമയത്തായി എക്സസൈസ് ചെയ്യേണ്ടത്. നമ്മളെല്ലാം തലതിരിച്ച നേരം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, യന്ത്രങ്ങൾ പോലെ 2 കിലോമീറ്റർ നടന്നിട്ട് വലിച്ചു വീട്ടിൽ വന്നിരിക്കും. തൗബാനായിട്ട് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് പോലും ഓരോ ദിവസം വിളിക്കുന്ന വിളി നീ കേൾക്കുകയാണ്. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, പള്ളിയിലേക്ക് ചെല്ലാ, അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്യാറ്. പടച്ച റബ്ബിന്റെ ഭവനത്തിലേക്ക് വിളിക്കുമ്പോൾ അതിന് പോലും മടി കാണിക്കുന്ന സഹോദരാ, നീ ഇത്രയ്ക്കും നന്ദിയില്ലാത്തവനായി പോകരുത്, നീ നന്ദി കെട്ടവനാകരുത്. അല്ലാഹുവേ, എവിടെയെങ്കിലും വെച്ച് തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറയുന്ന പട്ടിയുണ്ടല്ലോ, ആ മൃഗത്തിന് നീ എവിടെയെങ്കിലും വെച്ച് ഒരു കഥാ കടിക്കാൻ അല്പം ഭക്ഷണം കൊടുത്താൽ, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്താൽ, അത് പടച്ചവനെ എവിടെ വെച്ച് കണ്ടാലും വാലാട്ടികെട്ട് നന്ദി കാണിക്കുന്ന മൃഗമാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് സമ്പത്ത് തന്നു, ഭാര്യ മക്കളെ തന്നു, എല്ലാം വാരിക്കോരി തന്നിട്ട് കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ റബ്ബിങ്ങനെ ഉള്ളം കയ്യിൽ നിന്നെ കൊണ്ട് നടക്കുകയാ. ഈ പടച്ച റബ്ബിന്റെ മുന്നിൽ 24 മണിക്കൂറിൽ 24.5 മണിക്കൂറും നീ എടുത്തോ. ഒരു 25 മിനിറ്റ് താടാ പൊന്നുമോനെ, അതും നീ ഒരുമിച്ച് തരണ്ട. കാരണം നിനക്ക് തിരക്കാട്. അതുകൊണ്ട് 5 മിനിറ്റ് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുബഹിക്ക് ഒരു 5 മിനിറ്റ്, ളുഹറിന് ഒരു 5 മിനിറ്റ്, അസറിന് ഒരു 5 മിനിറ്റ്, മഗ്രിബിന് ഒരു 5 മിനിറ്റ്, ഇശാഇന് ഒരു 5 മിനിറ്റ്. മോനെ, എനിക്ക് വേണ്ടിയൊന്ന് മാറ്റിവെക്കടാ എന്ന് പടച്ച റബ്ബ് പറയുമ്പോ അതിന് പോലും ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലെ നടുവിലൂടെയാ കടന്നു പോകുന്നത്. സമാധാനമില്ല, കച്ചവടമില്ല, പടച്ചവന് കൂടെ ജോലി ചെയ്യുന്നവർക്ക് പൈസ ശമ്പളം കൊടുക്കാ പൈസയില്ലോ. ജനങ്ങൾ മുഴുവനും വല്ലാത്ത വറുതിയിലേക്ക് കടന്നു പോവുകയോ. എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യന്മാര് കിടന്ന് നെട്ടോട്ടമോടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കെല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം വേണോ? മുത്തുനബി പറയുകയാണ്, നിനക്ക് അല്ലാഹു ഒരു പരിഹാരം പറഞ്ഞു തരികയോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന് നന്ദിയുള്ള അടിമയായാൽ പടച്ചറപ്പിന്റെ പള്ളിയിലേക്ക് കടന്നു നിന്ന് നമസ്കരിക്കുന്ന ഈ നാട്ടിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് ചോദിക്കട്ടെ, 5 വഖത്ത് പടച്ചറപ്പിന്റെ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്ന, ജമാഅത്തായി നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനോട് നീ ചോദിക്ക്, മോഡിയുടെ ഭരണം നിന്നെ ബാധിച്ചോ? സാമ്പത്തികമായി തകർന്നോ? അല്ലാഹുവേ GST നിന്നെ ബാധിച്ചോ? ഒന്നുമില്ല സഹോദരാ, ഒന്നും ആ മനുഷ്യനെ ബാധിക്കൂല. കാരണം നമസ്കരിക്കുന്ന മനുഷ്യന്റെ സർവ്വ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയോ? നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയോ? അവിടെന്ന് മുത്തുനബി പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ. സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല, ഈമാനിക ചൈതന്യമില്ല. കാണുമ്പോ തന്നെ ചോദിക്കും, എന്തേ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അന്നവന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ചില ദിവസം മുഖത്ത് വല്ലാത്ത പ്രകാശമോ, വല്ലാത്ത സന്തോഷമോ. കാരണം അന്നവന് സുബഹി നമസ്കരിച്ചത് കൊണ്ടോ. അതുകൊണ്ട് വല്ലാത്ത പ്രയാസങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മറുപടി തരുന്നുണ്ട്, അല്ലാഹു ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, ഗൾഫൊക്കെ തകർന്നിരിക്കുകയാണ്, എവിടെ നോക്കിയാലും പ്രതിസന്ധിയാണ്. പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ തന്റെ കുടുംബത്തെ പോറ്റാതെ കിടന്നു നെട്ടോട്ടമോടുന്നവര്, രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവര്, എന്തു ചെയ്യണമെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന് കൊണ്ട് അതാ പ്രയാസപ്പെടുന്നവര്, നിങ്ങൾക്കൊരു പരിഹാരം അല്ലാഹു പറയുകയാ. നിങ്ങൾക്കൊരു പരിഹാരം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്കൊരു പരിഹാരം പറയുകയാണ്. നിന്റെ ഭാര്യ മക്കളെ കുറിച്ച് ഓർത്തിട്ട് നീ പ്രയാസപ്പെടണ്ട. നിന്റെ മക്കളുടെ കാര്യം എന്താകും? എന്റെ ഭാര്യയുടെ കാര്യം എന്താകും? എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും? നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? അതിനൊരു പരിഹാരം അല്ലാഹു പറയുകയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഭാര്യ മക്കളെ കുറിച്ച് പ്രയാസപ്പെടുന്നവരെ, എന്റെ കുടുംബം പട്ടിണിയായി പോകുമല്ലോ, എന്റെ ഭാര്യയും മക്കളും എന്താകുമെന്ന് ടെൻഷൻ അടിക്കുന്നവര്, നീ ടെൻഷൻ അടിക്കണ്ട. അല്ലാഹു നിനക്കൊരു പരിഹാരം പറയുന്നു. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ, നിന്റെ കടയിൽ കച്ചവടമില്ല എന്ന് പറഞ്ഞിട്ടോ, മോനെ നീയും നിന്റെ കുടുംബവും പട്ടിണിയാകൂല. അതിന് അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളി കേൾക്കുമ്പോ ആ വിളിക്ക് 5 നേരം ഉത്തരം നൽകിയാൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. നീയും നിന്റെ ഭാര്യയും മക്കളും 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തിനാ GST ആയാലും അവിടെ ആയാലും ഇവിടെ ആയാലും ആര് ഭരിച്ചാലും നമുക്കിവിടെ എന്ത്? 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ നിനക്ക് റബ്ബ് ഭക്ഷണം തരും. അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ വാക്ക് മാറ്റാൻ. അള്ളാഹു പറഞ്ഞ പാലിക്കുന്നവനാ, നീതിമാനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മക്കളെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഈ ചെറിയ മക്കളെയൊക്കെ ഇപ്പൊ ആരങ്ങനൊന്നുമില്ല. പണ്ടൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകും. ചെറിയ കുട്ടികളെയൊക്കെ പള്ളിയിൽ നമസ്കരിക്കാൻ നേരത്ത് കൊണ്ടുപോകും. ഇപ്പൊ ഇല്ല. പള്ളിയിൽ പോയി മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നിനെയും കയറ്റാറില്ല. അതുകൊണ്ടാ വളർന്നു വരുമ്പോൾ നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകണം. അങ്ങനല്ല, കുട്ടികളെ കൊണ്ടുപോകണം പള്ളിയിൽ പോകുമ്പോൾ. ചെറിയ മക്കളെയല്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ കൊണ്ടുപോയിട്ടൊരു സൈഡിൽ കൊണ്ടിരുത്തിയിട്ട് വാപ്പ അവിടെ അവിടെ ഇരിക്കണം, മക്കളെ അവിടെ ഇരിക്കണം, നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ. ഇന്നതൊന്നുമില്ല. ഇന്ന് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകത്തില്ല, മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ പോലും. അങ്ങനല്ല സഹോദരങ്ങളെ, അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി വളർത്തണം. നമ്മൾ പള്ളിയിലേക്ക് പോയി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളോട്, എൻ്റെ ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, വാപ്പാ നീ പള്ളിയിലേക്ക് വണ്ടിയിൽ പൊക്കോ, സുഖമില്ലാത്തവരാ നിങ്ങൾ പൊക്കോ, പക്ഷെ ഒരല്പം പള്ളിയുടെ മുന്നിലെത്തുമ്പോ മോനെ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കടാ, എനിക്കൊന്ന് നടക്കണം. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നുപോയ പ്രതിഫലം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്ന കാലുകൊണ്ട് നീ നടന്നാൽ നാളെ സിറാത്തിൽ നീ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ നാളെ മുതൽ നടക്കല്ലേ? നാളെ മുതൽ നടക്കല്ലേ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണത്? നാളെ മുതൽ നടക്കല്ലേ? 5 വക്കത്ത് നടക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. ഒരെണ്ണമെങ്കിലും നടക്ക്. ഒരു വക്കത്തെങ്കിലും നീ പള്ളിയിലേക്ക് നടന്നു പോ. ഇല്ലെങ്കിൽ പള്ളി എടുക്കുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ആ 2 കാല് വെച്ച് നടന്നു പള്ളിയിലേക്ക് പോ. നീ ചവിട്ടുന്ന മണ്ണ് നിന്നെ മറക്കൂല. നീ ചവിട്ടുന്ന മണ്ണ് നിന്നെ മറക്കൂല. നീ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നടക്കുന്ന കാല്, ആ കാല് നാളെ സിറാത്തിൽ നിനക്ക് രക്ഷയാണ്. ആ കാല് നാളെ സിറാത്ത് എന്ന പാലത്തിലേക്ക് നീ ഒരു ചുവട്ടടി എടുത്ത് വെക്കുമ്പോൾ അല്ലാഹുവേ വർഷങ്ങളോളം സഞ്ചരിച്ച വഴിയങ്ങ് കഴിയുകയാണ്. അങ്ങനെ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാൽച്ചുവടേതെന്നറിയുമോ? രണ്ടാമത് നടക്കുന്നത് എവിടേക്ക് നടക്കുമ്പോഴാ? അല്ലാഹുവേ പടച്ചവനെ ഇൽമു പറയുന്ന സദസ്സുകളുണ്ടല്ലോ, അല്ലാഹുവേ ഇൽമു പറയുന്ന സദസ്സുകളുണ്ടല്ലോ. പ്രഭാഷണങ്ങൾ നടക്കുമ്പോ സലാത്തിന്റെ മജ്ലിസിലേക്ക്, മജ്ലിസിൻ നൂറിന്റെ മജ്ലിസുകളിലേക്ക്, നല്ല കാര്യങ്ങൾ പറയുന്ന സദസ്സിലേക്ക് നിങ്ങൾ നടന്നു വന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും നടന്നു വന്നവരാണ്. പടച്ചവനെ പത്തനാപുരത്ത് നിന്ന് വന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്നവരുണ്ട്, പടച്ചവനെ കൊല്ലത്ത് നിന്ന് വന്നവരുണ്ട്. അതാ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഇവിടെ ഇൽമ കേൾക്കാരാ. ഈ സദസ്സിലെ ദുആ പ്രതീക്ഷിച്ച് വന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, ചെറുപ്പക്കാര്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ വന്നതൊന്നും വെറുതെയല്ല, ഈ വന്നതൊന്നും വെറുതെയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പറയുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിനെ കുറിച്ച്, മുത്തുനബിയെ കുറിച്ച്, മരണത്തിനെ കുറിച്ച് പറയുന്ന ഈ സദസ്സിലേക്ക് നിങ്ങൾ നടന്നു വന്ന ചുവട്ടടിയുണ്ടല്ലോ, അത് നാളെ സിറാത്തിൽ നിനക്ക് രക്ഷയാ. ഒരുപാട് ദൂരെ നിന്ന് ഉമ്മ പെങ്ങന്മാര് പടച്ചവനെ വഅദിന്റെ സദസ്സിലേക്ക് നടന്നു വരുന്നുണ്ട്. ഉമ്മ, ഇതൊന്നും വെറുതെയല്ല. അല്ലാഹുവേ ഈ ചുവട്ടടിക്ക് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹു നിനക്ക് ഒരുപാട് നന്മ തരുന്നുണ്ട്. അല്ലാഹുവേ നീ നടന്നു വരുമ്പോൾ പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടാണ് വഅദിന്റെ സദസ്സിലേക്ക്, ഇൽമിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നതെങ്കിലോ ഇന്ന് വഅദിന് വരുമ്പോ പല ചിന്തയോടുകൂടി കടന്നു വരുന്നവരുണ്ട്. എല്ലാവരും ഒന്നുപോലെയല്ല, ഇൽമ കേൾക്കണമെന്നുള്ള ചിന്തയോടെയല്ല വരുന്നത്.
വീടിന്റെ അകത്തിരുന്നാല് വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ വഅദിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പടച്ചവര് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഈ ദുനിയാവില് 2 സ്വർഗമുണ്ട് സഹാബാ, ഈ ദുനിയാവില് 2 സ്വർഗമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിലെ 2 സ്വർഗത്തിലൊരു സ്വർഗമേതാ? അത് ഇൽമു പറയുന്ന സദസാ, അത് ഇൽമു പറയുന്ന സദസാ. ദുനിയാവിലെ സ്വർഗത്തിന്റെ അകത്ത് വന്നിരുന്നിട്ട് ഈ വഅദ് പറയുന്ന സമയത്ത് പോലെ പടച്ചവനെ ഈ മറക്കപ്പുറത്തിരുന്നിട്ട് വാട്സപ്പിൽ കുത്തുന്ന എത്രയോ പെങ്ങന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും അവന് ഫേസ്ബുക്കിലാണ്, അവൻ യൂട്യൂബിലാണ്, അല്ലാഹുവേ അവന് വാട്സപ്പിലൂടെ അതാ മെസ്സേജുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ചിന്ത മറ്റു മലനാട്. പടച്ചവനെ നാട്ടിലെ പെണ്ണുങ്ങളെ വഅദ് കേൾക്കാൻ വരുമല്ലോ, എല്ലാത്തിനെയും ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമാണല്ലോ എന്ന ചിന്തയോടുകൂടി വരുന്നവരുണ്ട്. കാമുകനെ നിർത്തിയിട്ട് കാണാൻ വരുന്ന പെമ്മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ വന്നാ നിനക്ക് രക്ഷയില്ല. അത് ഈ സദസ്സിനെ കളിയാക്കലാണ്, അത് ഈ സദസ്സിനോട് നിങ്ങൾ കാണിക്കുന്ന ദുൽമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഇൽമിന്റെ മജ്‌ലിസുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മുത്തുനബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ജീവിതത്തിൽ പ്രയോജനമുണ്ടാക്കുന്ന വഅദുകൾ പറയുന്ന സദസ്സുണ്ടല്ലോ, ആ സദസ്സിലേക്ക് നടന്ന മുസ്ലിമേ, നിന്റെ നടത്തം വെറുതെയല്ല, നീ നടന്നത് വെറുതെയല്ല. നാളെ സിറാത്തിൽ നിനക്കിത് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വഅദ് കേൾക്കുന്നതിന് വേണ്ടി നടന്നു വന്നു. പലരുടെയും നിയത്ത് പലതാ, ഞാൻ പറയണില്ല. ചിലരുടെ നിയത്ത് വഅദിന്റെ സദസ്സിൽ ഇരുന്നിട്ടും മൊബൈൽ കുത്ത, അപ്പോഴും ഒന്ന് താഴെ വെക്കൂലത്. 1 മിനിറ്റ് പോലും താഴെ വെക്കാൻ വയ്യ, അപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, മെസ്സേജ് എഴുതുന്നവരുണ്ട്, ഇവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല ചിന്ത പറയളിയ എല്ലാവരും ഉണ്ടാവും പാടാ നമുക്ക് കാണാൻ പോകാം. മറ്റു ചിലരാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ പിന്നെ വഅദിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ അടുത്ത് എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു മക്കാമിന്റെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ അള്ളാഹുബെ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഈ സദസ്സിലിരിക്കാൻ പേടിയുണ്ട്. കാരണം എന്തേ, എല്ലാവരും വഅദ് കേൾക്കാൻ വന്നപ്പോ മോളും കൂടെ ഉമ്മാടെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിരുന്നു. ഉമ്മ എല്ലാവരും കൂട്ടുകാരുടെ കൂടെ കൂടി ഇപ്പം പെൺകുട്ടി അങ്ങോട്ട് മാറിയിരുന്നു. കാമുകനെയും വിളിച്ച് വീട്ടിൽ പോയി. ഇപ്പുറത്ത് വഅദ് നടക്കണോ, അപ്പുറത്ത് വീടിൻ്റെ അകത്ത് വ്യഭിചാരം നടക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വഅദിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സംഘാടകർ വണ്ടിക്കകത്ത് ഇരിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം എന്തേ, എല്ലാവരും വഅദിന്റെ സദസ്സിൽ വണ്ടിക്കകത്ത് ആണും പെണ്ണും. ഇതാ കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ ഉള്ളത് പറയുമ്പോൾ സഹിക്കണില്ലേ? ഉള്ളതല്ലേ പറഞ്ഞത്, കള്ളമൊന്നും അല്ലല്ലോ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വണ്ടിക്കകത്തിരുന്ന് വഅദ് കേൾക്കാൻ അനുവദിക്കൂല. കാരണം എന്തേ, വടക്കോട്ടൊക്കെ പോകുമ്പോൾ കാണാം വണ്ടിക്കകത്തിരുന്ന്. കാരണം ഞങ്ങളുടെ റോഡിയിട്ടിരുന്നോണം. പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആള് നിൽക്കും, കാവല് പോലെ വണ്ടിക്കകത്ത്. കാരണം എന്തേ, ഇന്ന് അങ്ങനെയായി കാലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മജ്‌ലിസ് നൂറിന്റെ സദസ്സുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ, പള്ളിയിൽ നടക്കുന്ന ക്ലാസുകൾ, അത് നമ്മളൊന്നല്ല, നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാ. ആ നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നടക്കുന്ന ഒരു ചുവട്ടടിയും നാളെ നിനക്ക് ആഖിറത്തിൽ, നാളെ സിറാത്തിൽ പ്രയോജനം ചെയ്യും. അള്ളാഹു അങ്ങനെയുള്ള സദസ്സായി സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ കാൽച്ചുവടും അള്ളാഹു നാളെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3. നിർത്താറായ ചോറൊക്കെ ആയോടെ, ബിരിയാണി ഭക്ഷണമൊക്കെ പൊതിഞ്ഞോ? എന്താ മീനെ പൊതിഞ്ഞോ? പൊതിഞ്ഞോണ്ടി കൊടുക്കാറായോ? ഇല്ല. പക്ഷെ അതൊരു 15 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഒന്നുകൂടെ പറയാം.